എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള കട്ടപ്പനയിലുള്ള കല്യാണത്തണ്ട് എന്ന് പറയുന്ന ടൂറിസ്റ്റ് പ്ലേസാണ്. കട്ടപ്പനയിൽ നിന്നും ഏകദേശം 16 കിലോമീറ്ററാണ് കല്യാണത്തണ്ടിനുള്ള ദൂരം. ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ മനോഹരമായി ഇടുക്കി ജലാശയം മലമുകളിൽ നിന്ന് കാണാൻ സാധിക്കും. മൂന്നാറിന് ശേഷം നീലക്കുറിഞ്ഞി പൂക്കൾ കാണാൻ കഴിയുന്ന ഏക സ്ഥലമാണിത്. ഒട്ടേറെ സിനിമ, സീരിയൽ ഷൂട്ടിങ്ങുകളുടെ സ്ഥിര ലൊക്കേഷനാണ് കല്യാണത്തണ്ട്. ഹോളിവുഡ് താരം ലിയോനാർഡോ ഡികാപ്രിയോ ഇവിടെ എത്തുകയും ലോകത്തിലെ തന്നെ മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. നിർമ്മല സിറ്റി വ്യൂ പോയിൻ്റ് എന്നും കല്യാണത്തണ്ട് വ്യൂ പോയിൻ്റ് എന്നും അഞ്ചുരുളി ഹിൽ ടോപ്പ് വ്യൂ പോയിൻ്റ് എന്നും ഈ സ്ഥലത്തിന് പറയാറുണ്ട്. നിർമ്മല സിറ്റി വ്യൂ പോയിൻ്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഈ ലൊക്കേഷനിലേക്കുള്ള റൂട്ട് മാപ്പ് കിട്ടും. മലയുടെ താഴ്വാരത്ത് നിന്നും ഹൈക്ക് ചെയ്ത് അഞ്ചുരുളി മേട്ടിലേക്ക് എത്താൻ സാധിക്കും. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയും ഇടുക്കി ജലാശയവും അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ നിർമ്മല സിറ്റി വ്യൂ പോയിന്റിൽ നിന്നും കാണാൻ സാധിക്കും. വ്യൂ പോയിന്റിലേക്ക് എത്താൻ ഏകദേശം 300 മീറ്ററോളം മൺവഴിയാണുള്ളത്. ജീപ്പും ബൈക്കും ആണെങ്കിൽ മലയുടെ താഴ്വരയിൽ ചെല്ലാൻ സാധിക്കും. പാർക്കിങ്ങിന് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ബൈക്ക് യാത്രയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ചെറിയ വഴിയാണ് മലമുകളിലേക്കുള്ളത്. നല്ല മഴ പെയ്ത് കിടക്കുന്ന സമയമുണ്ട്. നല്ല തെന്നലും പായലുമുണ്ട്. കുറച്ച് ദൂരം മുകളിലേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഇടുക്കി ജലാശയത്തിൻ്റെ മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിരാവിലെ യാത്ര ചെയ്യുന്നവർക്ക് കോടമഞ്ഞിൻ്റെ വളരെ മനോഹരമായൊരു ദൃശ്യഭംഗിയും ആസ്വദിക്കാൻ കഴിയും. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ സയൻറ്റിഫിക് നാമം. കുറിഞ്ഞി എന്നും നീലക്കുറിഞ്ഞി എന്നും ഇതിന് പേര് പറയാറുണ്ട്. നീലക്കുറിഞ്ഞി പൂർണ്ണമായും പൂത്തു നിൽക്കുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1300 മുതൽ 2400 മീറ്റർ വരെ ഉയരത്തിലാണ് നീലക്കുറിഞ്ഞികൾ പൂവിടുന്നത്. 30 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ ഇത് വളരും. അനുയോജ്യമായ കാലാവസ്ഥയും അന്തരീക്ഷവുമാണെങ്കിൽ 180 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ ഇതിന് വളരാൻ സാധിക്കും. സ്ട്രോബിലാന്തസ് ജീനസിൽപ്പെട്ട 250ഓളം സ്പീഷീസാണ് ലോകമെമ്പാടുമുള്ളത്. അഞ്ചുരുളി വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗവും മലയിൽ നിന്നും കാണാൻ സാധിക്കും. കുറച്ചു നേരം കൂടെ ഹൈക്ക് ചെയ്താൽ നമ്മൾ മലയുടെ മുകളിലെത്തും. മലമുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ്. പൂർണ്ണമായും ആ ജലാശയത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും.
ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് യാത്രാവിശേഷങ്ങളും കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.